ഐശ്വരി, അച്ഛൻ്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാൻ പോയ ഒരു കൊച്ചിനെ കുറിച്ചാണോ ഇമാതിരി വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കിയത്? ഞാനും നിങ്ങളും ഒക്കെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മേഘ നായർ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ. അതായത് ഒരു നൈറ്റ് ഒക്കെ ഇട്ട്, എനിക്കറിയില്ല ഹെർബൽ ലൈഫ് കഴിച്ചിട്ടാണോ എക്സസൈസ് ചെയ്തിട്ടാണോ എന്നൊന്നും അറിയില്ല, ആള് നല്ല മെലിഞ്ഞ് സുന്ദരിയായിട്ടുണ്ട്. ചെവിയിലൊരു പൂവൊക്കെ വെച്ചിട്ട് ഏതോ ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് കുറച്ച് നല്ല ഫോട്ടോസ്, നല്ല എസ്തെറ്റിക് ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്ഷനായിട്ട് പുള്ളിക്കാരത്തി കൊടുത്തിരുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണോ എന്നുള്ളതാണ്. അതായത് ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞതും CCTV-യിലൂടെ ഞാൻ ബാഗും എടുത്ത് ഓടുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ചുമ്മാതാണ്, നിങ്ങളത് വിശ്വസിക്കണ്ട. ഞാൻ ശരിക്കും എൻ്റെ അച്ഛൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ, അതായത് ഇതൊന്നും ആരെ തണുക്കുന്നില്ലല്ലോ, എവിടെ നോക്കിയാലും ആളുകൾ സംസാരിക്കുന്നു. പോരാത്തത് അയൽപ്പക്കത്തുള്ളവർ പോലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ വിളിച്ച് സംസാരിക്കുന്നു. എങ്കിൽ പിന്നെ ഇനി 19ാമത്തെ അടവ് എന്നുള്ള രീതിയിലാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത്, ആരെയോ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു, എന്നിട്ട് പോസ്റ്റ് ചെയ്ത് അതിൻ്റെ താഴെ പറഞ്ഞു ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെന്ന്. അപ്പോൾ ഇത്രയും നാൾ അനൂപിൻ്റെ വീട്ടിലാണെന്നായിരുന്നു നമ്മുടെയൊക്കെ വിചാരം. പിന്നെ ഈ പോസ്റ്റിന് താഴെ അച്ഛൻ്റെ വീട്ടിലാണെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അത് അനൂപിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അതും വലിയ വിവാദങ്ങളൊക്കെയായി. കാരണം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ ഏജൻസികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അവർ ഒരു കാര്യത്തെക്കുറിച്ച് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ആണ്. അവർ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കും, അല്ലെങ്കിൽ അവരെ തപ്പിപ്പിടിച്ച ആളുകൾ തെളിവുകൾ അവരുടെ മുന്നിലേക്ക് എത്തും. അതിന് പ്രകാരം കഴിഞ്ഞ ദിവസം കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന രാജ്യാന്തര ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന പുള്ളിയെ ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ആരോ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പെൺകുട്ടി 5-8 ദിവസം അനൂപിൻ്റെ കൂടെ, അനൂപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മഹത് വ്യക്തി, അഖിൽ NRDക്ക് ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റികളും മികച്ച കഴിവുകളും ഒക്കെയുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ആ പുള്ളിയുടെ വീട്ടിൽ 5-8 ദിവസമേ താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ മേഘ നായർ തൻ്റെ അച്ഛനെ വിളിക്കുകയും തിരിച്ചു വന്നു എന്നുള്ള കുറച്ച് നഗ്ന സത്യങ്ങൾ അയൽപ്പക്കക്കാരിൽ ആരോ ഒരാൾ ഈ വീഡിയോ ചെയ്യുന്ന ആളെ വിളിച്ച് പറഞ്ഞു. അതിന് പ്രകാരം അദ്ദേഹം വീഡിയോ ഇട്ടു. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി, കയ്യിൽ നിന്ന് പോയി, ഷടാ ഇതിപ്പോൾ ഞാൻ ഓരോന്ന് അഴിയാൻ വേണ്ടിയിട്ട് ഓരോ പോസ്റ്റുകൾ ഇടും, ഇതിപ്പോൾ കുരുക്ക് കൂടുന്നതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ആകെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ഞെട്ടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പെൺകുട്ടി ഈ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാം, സത്യം പറഞ്ഞാൽ ഇവരുടെ അഖിൽ NRDയുടെ വീഡിയോസ് കാണുന്നതിനപ്പുറത്തേക്ക് ഇൻസ്റ്റഗ്രാം പേജൊന്നും ഞാനൊരു തപ്പിയിട്ടില്ല. അപ്പം മേഘ നായറിന് അടിച്ചു കൊടുത്തപ്പോൾ തന്നെ വന്നായിരുന്നു. അന്ന് 159K ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 200K ആകാറായിരിക്കുന്നു. പെൺകുട്ടി ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ല മനുഷ്യരുള്ള നാടാണ് കേരളമെന്ന്. കേരളത്തിലെ ആളുകളെക്കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ട് എൻ്റെ പൊന്നു കുഞ്ഞെ, നിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതിന് ശേഷം ഫോളോ ചെയ്തിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒറ്റ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പേജിൽ എന്ത് പോസ്റ്റ് ചെയ്യുന്നു ആ സ്പോട്ട് ഞങ്ങൾക്ക് അറിയണം. ഫോളോ ചെയ്യാതിരുന്നാൽ ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ടറിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു പഴങ്കഞ്ഞി പോലെ ഫീൽ ചെയ്യും. ചൂടോടെ ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇപ്പം അങ്ങോട്ട് പൊരിച്ചു നിൽക്കുന്ന പഴംപൊരി ഇല്ലേ, അതുപോലെ. പക്ഷെ പ്രത്യക്ഷത്തിൽ തെറ്റ് ചെയ്തിരിക്കുന്നത് നീ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പറയാതെ ഇരിക്കാൻ വയ്യ. ഈ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ആദ്യത്തെ ഉന്നം എന്ന് പറയുന്നത് ഇവർ തേച്ച ആളുകളെ ആയിരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കും. പിന്നെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത തെറ്റിനെ ഇങ്ങനെ തേയ്മാനം വരുത്താൻ പാകത്തിന് വലിയ തെറ്റുകളെ ആ നിരപരാധിക്ക് മേൽ ചാർത്തി കൊടുക്കും. ഈ പെൺകുട്ടി ഒളിച്ചോടിയ Day 1 മുതൽ അഖിൽ NRD എന്ന് പറയുന്ന പയ്യന് നേരെ വരുന്ന കുറച്ച് അധിക്ഷേപങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് അഖിൽ എന്ന് പറയുന്ന പയ്യൻ അച്ഛനെ മാത്രം അനുസരിക്കുകയും ഈ പെൺകുട്ടിക്ക് അവിടെ യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഇവരുടെ ഒരു കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അഖിൽ അച്ഛൻ പറയണം. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ ഇവൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പുരുഷന് മേൽ ആരോപിക്കാവുന്നതിൽ ഏറ്റവും വലിയ 2 ആരോപണങ്ങളാണുള്ളത്. ഒന്ന് അവൻ്റെ ഐഡൻറ്റിറ്റി, അതായത് ഒരു സ്ത്രീക്ക് ഒരിക്കലും അവൻ്റെ ഒപ്പം വിവാഹ ജീവിതം പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടാവും, അല്ലാതെ ആരും അത് ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയ ആരോപണങ്ങൾ പറയാൻ ചാൻസ് ഇല്ല. രണ്ടാമത്തത്, അവന് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഒരു കാപ്പബിലിറ്റി ഉള്ള പുരുഷനല്ല. ഈ 2 കാര്യങ്ങൾ, വലിയ ആരോപണങ്ങൾ ഈ പെൺകുട്ടി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ പുരുഷന് നേരെ, അഖിൽ NRDക്ക് നേരെ ആരോപിക്കുമ്പോൾ നിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് നിന്റെ തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിയമം എന്ത് എന്നും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ ബോധ്യമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും നീ അതൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നീ പറയുന്നു ആ വീട്ടിൽ നിനക്ക് സ്വാതന്ത്ര്യമില്ല, അഖിൽ NRDയുടെ അച്ഛനാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, അത് നിനക്ക് ബുദ്ധിമുട്ട്. അതായത് എൻ്റെ ഫ്രണ്ട് അഡ്വക്കേറ്റാണ്, ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവളോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഈ ഡിവോഴ്സ് കേസസിൽ പകുതിയിലേറെയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പൊരുത്തക്കേടുകളായിരിക്കില്ല കാരണം. ചിലതെങ്കിലും ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ അവർ ഇൻവോൾവ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പകുതിയിലേറെയും
അമ്മായിയപ്പന്മാർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. ചിലർക്കെങ്കിലും അതിശയോക്തി തോന്നും. അപ്പോൾ ഇവൾ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലയിടങ്ങളിൽ അമ്മായിയമ്മമാർ വളരെ മൗനമായിട്ടിരിക്കുകയും ഈ ഭർത്താവിനെ സ്ക്രൂ കയറ്റിയിട്ട് അതായത് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഈ അമ്മായിയപ്പൻ പോയി മരുമകളോട് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അമ്മായിയപ്പൻ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി വിവാഹം ചെയ്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്തായിരിക്കാം അവൾ കാണുന്നത്. 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ഒരു മാറ്റം സംഭവിച്ചിട്ട് തികച്ചും സ്ട്രേഞ്ചറിനെ പോലെ അല്ലെങ്കിൽ എന്തോ പുള്ളിക്കാരത്തെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ഒരാളെ പോലെ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ വഴക്കുണ്ടാക്കുന്ന അമ്മായിയപ്പന്മാരുണ്ട്. അപ്പോൾ അത് ഒരു പെൺകുട്ടിക്കും താങ്ങാൻ പറ്റില്ല. ആ ഒരു പ്രശ്നം ചെറുതായിട്ട് നമ്മൾ കാണുന്നുമില്ല. ആ ഒരു പ്രശ്നമായിരുന്നു നിനക്കുണ്ടായിരുന്നതെങ്കിൽ എന്തിന് രാത്രിയിൽ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി? അതായത് ഒരു കല്യാണത്തിൻ്റെ അറ്റകുറ്റം തീർക്കാൻ മറ്റൊരുത്തൻ്റെ കൂടെ പാതിരാത്രിയിൽ ഒളിച്ചോടി പോവുക, അതും ഭർത്താവിൻ്റെ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം പോലും റീൽസൊക്കെ ഇട്ട് ആളുകളെ പറ്റിച്ചതിന് ശേഷം ഈ ഭർത്താവും വീട്ടുകാരും ഉറങ്ങിക്കിടക്കുമ്പോൾ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോവുക എന്നുള്ളത് ആ ഒരു തെറ്റിൻ്റെ മുന്നിൽ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ആരോപിക്കുന്ന ആരോപണം മാത്രമായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഒരു ഭർത്താവിൻ്റെ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ അമ്മയിൽ നിന്നോ അത്രമാത്രം മാനസിക പീഡനങ്ങൾ അല്ലെങ്കിൽ മാനസിക വ്യഥ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് വേഗം അവളുടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാനേ സാധിക്കത്തുള്ളൂ. എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ അങ്ങനെ? രായ്ക്ക് രാമായണം കുഞ്ഞിനെയും എടുത്തുകൊണ്ട് സ്വന്തം വീടുകളിലേക്ക് ഓടിപ്പോകുന്ന പെൺകുട്ടികളുടെ കഥയൊക്കെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പം അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതിപ്പോൾ എന്നെ കേൾക്കുന്ന വിവാഹിതരല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. വിവാഹം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ അതായത് ഒരു ഫാൻറ്റസിയാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. ഇപ്പം റീസെൻ്റ്ലി അനുമോളുടെ വിവാഹം കഴിഞ്ഞു. അതുപോലെ ആഡംബരമായിട്ടൊരു വിവാഹം അല്ലെങ്കിൽ ആ ഡ്രസ്സിനെ കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ ഒക്കെ ആയിട്ടായിരിക്കും ടീനേജേഴ്സിനും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഒരു സ്വപ്നം വിവാഹം എന്ന് പറയുന്നത്. പക്ഷേ വിവാഹം എന്ന് പറയുന്നത് ആ കല്യാണ പന്തലിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് നൈറ്റിലോ മാത്രം തീരുന്നതല്ല. ഈ വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. കഴിഞ്ഞ ദിവസം സുചിത്ര മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിലവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് മക്കളുടെ വിവാഹം എന്തായി എന്ന് കാഷ്വലായിട്ട് ഇൻ്റർവ്യൂവർ ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറയാണ്, ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേർക്കും കൃത്യമായിട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഉണ്ടായിരിക്കണമെന്ന്. ഈ പറഞ്ഞ 2 കുന്ത്രാണ്ടങ്ങളും എപ്പോഴാണ് വരുന്നതെന്ന് അറിയാമോ? അതായത് അഡ്ജസ്റ്റ്മെൻറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും. ഇത് വരണമെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമെങ്കിലും എടുക്കും. കാരണം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ച് വളർന്ന, അതിനിപ്പോൾ ലവ് മാരേജ് ആണെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുക, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള അഭിപ്രായങ്ങളുള്ള 2 വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ, എസ്പെഷ്യലി മറ്റ് ആളുകളുടെ ഇടയിൽ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നങ്ങൾ ആദ്യം വരുമ്പോൾ ശരിയാണ്, നമ്മൾ വിവാഹത്തിന് മുമ്പേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് കാരണവന്മാർ പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം നമ്മൾ വിവാഹം കഴിച്ചു, ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വിവാഹം ചെയ്ത് കുറച്ച് നാൾ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഈ സംഭവം കൊണ്ട് വിട്ടുപോകും. മറ്റുള്ളവർ പറഞ്ഞ് ഏൽപ്പിച്ച് നമ്മുടെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്ത് വിട്ടേക്കുകയാണ്. നമ്മുടെ മൈൻഡ് സ്വതന്ത്രമാകാൻ തുടങ്ങും. മനസ്സിലായില്ലേ? എന്നിട്ട് ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന ആളോട് യാതൊരു കരുണയോ യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങോ ഒന്നും തോന്നാത്ത ഒരു സിറ്റുവേഷൻ വരും. അത് കഴിഞ്ഞതെല്ലാം അടിനാശം വെള്ളപ്പൊക്കം ഒക്കെ കഴിഞ്ഞൊരു 10 വർഷം കഴിയുമ്പോൾ ഒരു ഇമോഷണൽ ബാലൻസിങ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് 2 പേരിലും ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ബുദ്ധിമുട്ടേറിയതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന സർവേകളിലൊക്കെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നിന്നും ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ട. പെൺകുട്ടികൾ പറയാൻ ഞങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ട, എല്ലാവർക്കും ജോലിയുണ്ട്, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതുകൊണ്ടാണോ വിവാഹം കഴിക്കേണ്ടത്? ഓരോരുത്തരും കണ്ടു വളർന്ന സാഹചര്യങ്ങൾ ഡിഫറൻ്റ് ആണ്. ഒരിക്കലും 99% എനിക്കങ്ങനെ പറയുന്ന ആണക്കേടാണ്, ഒരു 10% ആളുകൾ പോലും ഒരടിയും വഴക്കുമില്ലാതെ സുഖമായിട്ട് ഈസി ആയിട്ട് ജീവിച്ചു പോകുന്ന ആരും ഉണ്ടാകില്ല. നമ്മൾ കാണുന്ന ഫാമിലി വ്ളോഗേഴ്സ്, ഇനിയിപ്പോൾ ഒരു എക്സാമ്പിളിന് പേളി മാണി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എത്ര സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവാം, ഒരുപാട് പ്രശ്നങ്ങൾ അവർ സപ്രസ് ചെയ്യുന്നുണ്ടാവാം. വന്നിട്ട് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് അവരങ്ങനെ കാണിക്കുന്ന പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല. അത് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമുക്കിത് പറ്റില്ല എന്ന് തോന്നേണ്ടത് എവിടെയാണെന്നറിയാമോ? ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ഒരാൾ വന്ന്, അതായത് ഭാര്യയും ഭർത്താവും, ഭാര്യ മാറുന്ന കരയുകയാണ്, ഈ ഭർത്താവ് ഒരു തരത്തിലും ഈ പെൺകുട്ടിയെ സമാധാനിപ്പിക്കാൻ ചെല്ലാതെ കരിങ്കല്ല് കണക്ക് മാറിയിരിക്കുകയാണ്. അതൊരു ദിവസം 2 ദിവസം മാറി. അപ്പോൾ നമ്മൾ ചിന്തിച്ചോണം, ആ വ്യക്തിക്ക് നമ്മളെ ആവശ്യമില്ല. അതുപോലെ തിരിച്ചു ഭർത്താവ് തന്നെ മിണ്ടാൻ വരണമെന്നൊന്നുമില്ല, ഭാര്യയ്ക്കും തിരിച്ച് മിണ്ടാൻ പോകാം. മിണ്ടാൻ ചെല്ലുന്ന സമയത്ത് പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി ഈ പ്രശ്നത്തെ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ മോശമായിട്ട്, അതായത് എത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഈ പുള്ളി ഒതുങ്ങുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിക്കോണം. പിന്നെയും നിങ്ങൾ ആ എരുതിയിൽ നിന്ന് തന്നെ പൊകിഞ്ഞ് നിങ്ങളെ ഇല്ലാതാക്കരുത്. കാരണം നഷ്ടമാകുന്നത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ആയിരിക്കും. കാരണം നിങ്ങളുടെ വ്യക്തിത്വം തന്നെ നശിക്കപ്പെട്ട്
അത് വേറൊരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ കറക്റ്റ് 10 എന്നുള്ളത് എല്ലാവരിലും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് കേൾക്കാം, 7 വർഷം 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ 13 വർഷം കഴിഞ്ഞ് ഡിവോഴ്സ് ആകുന്ന ആളുകളുണ്ട്. ഈ മനോഹർമ്മ അവരുടെ അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ കഴിഞ്ഞ വർഷമാണ് ഡിവോഴ്സ് ആയത്. അതുപോലെ നമുക്കറിയാം ബിഗ് ബോസിലെ ഷിജു, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആവുകയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ലക്കിലി എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നു. ബിക്കോസ് വളരെ നല്ലൊരു ഫാമിലി ആയിരുന്നു അത്. ഒരു പെൺകുഞ്ഞുണ്ട്. പക്ഷേ ലക്കിലി കുറച്ച് നാൾ മുന്നേ നോക്കിയപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നതൊക്കെ അറിയാൻ കഴിഞ്ഞു അവരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ. അപ്പോൾ അതായത് രണ്ടു പേർക്കും എത്ര അകന്നിരുന്നാലും അവർക്ക് പറ്റില്ല. ഈ ഞങ്ങൾക്ക് 2 പേർക്കും ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്നൊരു തോന്നലുള്ളിടത്തെ ഈ ഒരു വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സക്സസ് ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ആളുകൾ, 2 കുടുംബം, ഈ കുടുംബമൊക്കെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് കഴിഞ്ഞാൽ അത് വേറൊരു കളിക്കളത്തിലേക്ക് മാറുന്നതായിരിക്കും. സോ ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൾ തെറ്റ് ചെയ്തു എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അവൾ ചെയ്യുന്നത് അതായത് ഇരയാക്കപ്പെട്ട അവളുടെ എക്സ് ഭർത്താവ് അഖിൽ NRDക്ക് നേരെ ഒരു പുരുഷന് നേരെ ആരോപിക്കാവുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ തൊടുത്തുവിടുക എന്നുള്ളതാണ്. ഒരിക്കലും ഈ പെൺകുട്ടി പബ്ലിക്കായിട്ട് കുറേ ആളുകൾ പറയുന്നുണ്ട്, മേഘ ഇനി ഒരു ലൈവ് വരും, അല്ലെങ്കിൽ മേഘയ്ക്ക് പറയാനുള്ള കാര്യങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ സെക്ഷൻസ് ഉണ്ടാവും. ഞാൻ അടിവരയിട്ട് പറയുന്നു, മേഘയുടെ ഒരു ക്യാരക്ടർ നമ്മളിങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊന്ന് നമ്മുടെ മൈൻഡിലിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും, ഇൻഡയറക്റ്റ്ലി സംസാരിക്കും പുള്ളിക്കാരത്തി പലരിലേക്ക്. മനസ്സിലായോ? അപ്പോൾ ഈ 2 ആരോപണങ്ങൾ ചെറുതായിട്ട് ആരും കാണണ്ട. അതിനെ അത്രയും ആളുകൾ അങ്ങോട്ട് പ്രചോദനം കൊടുക്കേണ്ട ആവശ്യവുമില്ല. അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തി അച്ഛൻ്റെ അഭിപ്രായങ്ങൾ മാത്രം കേട്ട് നിൽക്കുന്ന ഒരു പുരുഷനായിരുന്നു എങ്കിൽ, ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല കേട്ടോ. അതിനുള്ളൊരു തെളിവ് പറഞ്ഞുതരാം. ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ രമ്യ ഇൻ്റർവ്യൂവറായിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ അഖിലിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് കഴിഞ്ഞത്, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അഖിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ലവ് മാരേജ് ആണ്, പക്ഷേ ഫാമിലിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ കൺവിൻസ് ചെയ്തു എന്ന്. അപ്പോൾ അച്ഛനെ അത്രത്തോളം ഭയക്കുന്ന, സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത അഖിൽ NRD എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്തത്? ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അവന് സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്, അത് പ്രാവർത്തികമാക്കാനുള്ള കഴിവും ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അഖിൽ തൻ്റെ ജീവിതത്തിലേക്ക് മേഘ എന്ന പെൺകുട്ടിയെ സ്വീകരിച്ചത്. ആരുടെയും ഇഷ്ടങ്ങൾ നോക്കിയിട്ടല്ല, ഇഷ്ടമില്ലാത്തവരെയൊക്കെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി പുള്ളി കുറേ കഷ്ടപ്പെട്ടു. ഇന്ന് അവരുടെയൊക്കെ മുന്നിൽ ഇദ്ദേഹം തോറ്റു നിൽക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാവരുടെയും മുന്നിൽ ഒരു ചോദ്യചിഹ്നം. എനിക്ക് തോന്നുന്നു കൂട്ടത്തിലുള്ള ആളുകൾ പോലും ഇവൻ്റെ ഐഡൻറ്റിറ്റി എന്ത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ. ഒരിക്കലും ഒരു പുരുഷനോടോ ഒരു സ്ത്രീയോടോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ വഴിയിൽ എറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അവരെവിടെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ചെയ്ത തെറ്റിന് എന്തൊക്കെ നിങ്ങളിനി പറഞ്ഞാലും, അതായത് അമ്മായി അച്ഛൻ്റെ അഖിലിനെ കുറ്റം പറയുന്നു, അഖിലിൻ്റെ അച്ഛനെ കുറ്റം പറയുന്നു, അഖിലിൻ്റെ അമ്മയെ കുറ്റം പറയുന്നു, അമ്മായിമാരെയൊക്കെ കുറ്റം പറഞ്ഞാലും മേഘ ചെയ്ത തെറ്റിനോട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടി, നീ ആ രാമായണം നിനക്ക് വിലപ്പെട്ട സാധനങ്ങളൊക്കെ ആയിട്ട് പരിചയമില്ലാത്ത ഒരുത്തിൻ്റെ കൂടെ പോവുകയായിരുന്നില്ല വേണ്ടത്. ഒരിക്കലും നിൻ്റെ ഫാമിലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, പൊതുസമൂഹത്തിന് കണ്ടാൽ അത് മനസ്സിലാകുന്ന പോലും ഇല്ല ഇതെന്തൊരു ബന്ധമാണ് എന്ന്, അങ്ങനെ ഒരു ആളുടെ കൂടെ പോവുകയായിരുന്നില്ല നീ ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരത്തി, അതായത് ഈ ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അനൂപിൻ്റെ കൂടെ തന്നെയാണ്, ഞാൻ ഒളിച്ചോടി പോയത് തിരിച്ചു വരാൻ വേണ്ടിയല്ല. അതായത് പുത്തൂരം ഉണ്ണിയാർച്ചയാണല്ലോ, വാക്ക് പറഞ്ഞാൽ മാറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അവിടെ തന്നെ നിന്നോ. ഞാനപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഫോളോ ചെയ്യുന്ന ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ അനൂപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് ഫോളോ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് പുള്ളിക്കാരത്തി ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യം സത്യമാണ്. അനൂപിൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, അങ്ങനെ തന്നെ നിന്നാൽ നല്ലതായിരിക്കും. കാരണം നല്ലൊരു കുടുംബത്തെ വിട്ട്, അല്ലെങ്കിൽ അത് കാലം തെളിയിക്കട്ടെ, പക്ഷേ നിരപരാധിയായിട്ടുള്ള, നീ ക്രൂശിച്ച ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ക്രൂശിച്ച് ഭാര്യ, അതായത് ഭർത്താവുള്ളൊരു സ്ത്രീയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന ആ വ്യക്തിക്ക് കൂടുതൽ മഹിമ നീ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കട്ടെ, ആളുകൾക്ക് അറിയാമല്ലോ, ആളുകൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഉണ്ടാകും. പിന്നെ ഇന്നലെ ഇട്ട പോസ്റ്റിൻ്റെ താഴെ നമ്മൾ ചിരിച്ചും അറിയാൻ പാകത്തിനുള്ള കമൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ചേച്ചി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങണം, ഞങ്ങൾക്ക് കാണണം. വേറൊരാൾ പറഞ്ഞിരിക്കുന്നു, ചേച്ചി വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നുള്ള സെഗ്മെൻറ്റ് ചെയ്യണം, കാരണം ഒളിച്ചോടി പോയപ്പോൾ ഉണ്ടായിരുന്ന ബാഗിനകത്ത് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയണമെന്ന്. അപ്പം ഇതുപോലൊരു പബ്ലിക്കിൻ്റെ മുന്നിൽ കോമാളി വേഷം കെട്ടുക എന്നുള്ളതിൽ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് വന്ന ഓരോ പോസ്റ്റുകളും ഫോട്ടോസും ഇട്ടിട്ട് ഞാനെങ്ങും ചാടിപ്പോയിട്ടില്ല. അഖിൽ NRD വ്യക്തിത്വ വൈകല്യമുള്ള ആളാണ്, അയാളുടെ ഐഡൻറ്റിറ്റി വേറെയാണ്, അയാളുടെ അച്ഛനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സത്യങ്ങൾ മറ നീക്കാതെ തന്നെ അവിടെ തന്നെ നിൽപ്പുണ്ട്.